Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, സെപ്റ്റംബർ 4-ാം തീയതി നമ്മുടെ ഓണപരീക്ഷയിലെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. 80 മാർക്കിൻ്റെ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല, പുതിയ സിലബസ് ആണ്. സോ ഈ ചാലഞ്ചസ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇംഗ്ലീഷിന് A+ വാങ്ങുന്നതിന്. ആൻഡ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ 3-ാം തീയതി വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞാനും JD സാറും ലൈവിൽ വരുന്നുണ്ട്. സോ ആ മെഗാ മാരത്തൻ്റെ ലൈവ് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അവിടെ പോയി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് അത് ഷെയർ ചെയ്യാം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിൻ്റെ 7 മാർക്കിന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു നറേഷൻ പഠിക്കുകയാണ്. നോക്കൂ, 7 മാർക്കിന് നറേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഉറപ്പായിട്ടും നിങ്ങൾ നറേഷൻ ചോദിക്കുന്ന സമയത്ത് അതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നറേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. ആൻഡ് ആരുടെ പേഴ്സ്പെക്റ്റീവിലാണ്, ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അതായത് ഓതർ ഐ എന്ന് പറയുന്നത് പോലെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓതറുടെ പേര് പറഞ്ഞിട്ടാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നറേഷന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്ലോ ഉണ്ടായിരിക്കുക, സെൻറ്റൻസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നറേഷൻ എഴുതാൻ വേണ്ടി പറ്റും. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ നറേഷൻ ഞാൻ നിങ്ങൾക്കൊരു 10 മിനിറ്റിനുള്ളിൽ പഠിപ്പിച്ചു തന്നാലോ, സെറ്റാക്കി തന്നാലോ? ഞാൻ ഈ പറഞ്ഞ 7 പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. റെഡി ആണല്ലോ? സോ റെഡി ആണെങ്കിൽ നമുക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് ലൈവിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ടത് ഈ കഥ തുടങ്ങുന്നത് ഇതിൻ്റെ സെറ്റിംഗ് ആൻഡ് മൂഡാണ്. എന്താണ് ഇതിൻ്റെ സെറ്റിംഗ് ആൻഡ് മൂഡ്? ദ നറേറ്റർ ഈസ് ഓൺ എ ട്രെയിൻ ജേർണി ടു സ്റ്റോക്ക്ഹോം. നമ്മുടെ നറേറ്റർ ഒരു സ്റ്റോക്ക്ഹോമിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ്. ദ ഡിം ലൈറ്റ് ഇൻ ദ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ ഡാർക്ക്നെസ് ഔട്ട്സൈഡ് ക്രിയേറ്റ് എ കാം തോട്ട്ഫുൾ മൂഡ് ഇൻ ദ കമ്പാർട്ട്മെൻറ്റ്. സോ ഈ കമ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ ഡിം ലൈറ്റ് ആണ്, ആൻഡ് പുറത്ത് എന്താണ്, ഡാർക്ക്നെസ് ആണ്. ഇത് രണ്ടും കൂടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള, കാം ആയിട്ടുള്ള, നിങ്ങൾക്ക് ചിന്തിക്കാൻ തോന്നുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കമ്പാർട്ട്മെൻറ്റിൽ. The peaceful movement of the train brings a calm feeling, letting the narrator think deeply. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് നറേറ്ററിന് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ ഈ നറേഷൻ തുടങ്ങേണ്ടത്. ആൻഡ് അടുത്ത പോയിന്റ് എന്താണ്? തിങ്കിങ് അബൌട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് സ്റ്റോക്ക്ഹോമിൽ നറേറ്റർ ഹാസ് വിസിറ്റഡ് ഏർലിയർ. എന്തിനായിരുന്നു സ്റ്റോക്ക്ഹോമിലേക്ക് വിസിറ്റ് ചെയ്തത്? നോക്കൂ, the narrator remembers visiting Stockholm in the past. കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റോക്ക്ഹോം വിസിറ്റ് ചെയ്തത് പുള്ളിക്കാരത്തി ഓർക്കുന്നുണ്ട്. ഓഫൺ ഫോർ ഡിഫിക്കൽട്ട് ടാസ്ക് ലൈക്ക് എക്സാം. പലപ്പോഴും അത് എക്സാം പോലെയുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ദിസ് ട്രിപ്പ് ടു സ്റ്റോക്ക്ഹോം ഈസ് ഫോർ എ ഹാപ്പി ഇവൻറ്റ്. എന്നാൽ ഈ ട്രിപ്പ് സ്റ്റോക്ക്ഹോമിലേക്കുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റിനാണ്. ആൻഡ് വാട്ട് വാസ് ദാറ്റ്? ദ റിസപ്ഷൻ ഓഫ് ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോബൽ പ്രൈസ് മേടിക്കാൻ പോവുകയാണ് ലിറ്ററേച്ചറിലെ. ഈവൻ ദോ ഇറ്റ് സീംസ് എ ബിറ്റ് സ്കേറി. എന്നാലും ഇത് കുറച്ച് സ്കേറി ആയിരുന്നു എന്നാണ് നറേറ്റർ പറയുന്നത്. ദ നറേറ്റർ ഈസ് thrilled to win the prize but anxious about the responsibilities it brings. അടുത്ത പോയിന്റ്, അടുത്ത കീവേഡ് ജോയ് ആൻഡ് സോറോ. സന്തോഷവും സങ്കടവുമാണ്. അതായത് നറേറ്റർ നോബൽ പ്രൈസ് വിൻ ചെയ്യുന്നത് ഭയങ്കര ത്രിൽഡ് ആണ്. പക്ഷേ ആ നോബൽ പ്രൈസ് നേടുന്നതിലൂടെ തനിക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ വരികയാണ്, കുറേ റെസ്പോൺസിബിലിറ്റീസ് വരികയാണ്. അതിനെക്കുറിച്ച് പുള്ളിക്കാരത്തി എന്താണ്, ഭയങ്കര ആങ്ഷ്യസ് ആണ്. While thinking of loved ones who would rejoice in their achievement or in her achievement, not their achievement. അല്ലേ, അവളുടെ ഈ അച്ചീവ്മെൻറ്റിൽ ആഹ്ലാദിക്കുന്ന ഏറ്റവും അടുത്ത ലൗഡ് വൺസ് ഉണ്ട്. ദ നറേറ്റർ ഈസ് ഫിൽഡ് വിത്ത് സോറോ ഓവർ ദ ആബ്സെൻസ് ഓഫ് ദ ഫാദർ. സോ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുമ്പോഴും തൻ്റെ ഫാദറിന്, അല്ലെ, ഫാദർ ഹി പാസ്ഡ് അവേ. സോ പുള്ളിക്കാരൻ്റെ ആബ്സെൻസിനെ കുറിച്ച് പുള്ളിക്കാരത്തി എന്താവുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ഹൂ വുഡ് ഹാവ് ബീൻ മോസ്റ്റ് പ്രൗഡ്. അദ്ദേഹമായിരുന്നു ചിലപ്പോൾ ഈ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ഏറ്റവും പ്രൗഡാവുക, ഏറ്റവും അഭിമാനം ഉള്ള ആളാവുക. അടുത്ത കീ പോയിന്റ്, ഡേ ഡ്രീമിങ് ഓഫ് റീയൂണിയൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അച്ഛനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അച്ഛനെക്കുറിച്ച് ഡേ ഡ്രീം, ദിവാസ്വപ്നം നടത്തുകയാണ്. ദ ട്രെയിൻസ് പീസ്ഫുൾ റിതം മേക്സ് ദ നറേറ്റർ ഡേ ഡ്രീം അബൌട്ട് മീറ്റിംഗ് ഹർ ഫാദർ ഇൻ പാരഡൈസ്. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ട് ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നറേറ്ററിനെ
തൻ്റെ അച്ഛനെ, തൻ്റെ ഫാദറിനെ പാരഡൈസിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച് കാണുന്നതായിട്ട് പുള്ളിക്കാരത്തെ ഒരു ഡേ ഡ്രീം, ദിവാസ്വപ്നം കാണുകയാണ്. കണ്ടോ, അച്ഛനെ കാണുന്ന പോലെ ഒരു ദിവാസ്വപ്നം കാണുകയാണ്. ദ ഫാദർ ഈസ് ഷോൺ സിറ്റിംഗ് ഔട്ട്സൈഡ് റീഡിങ് എ ബുക്ക്. പുള്ളിക്കാരത്തിയുടെ ഇമാജിനേഷനിൽ ഫാദർ പുറത്തിരിക്കുകയാണ്, ഒരു പുസ്തകം വായിക്കുകയാണ്. വിത്ത് ദ സൺ ഷൈനിങ്, സൂര്യൻ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, ഫ്ലവേഴ്സ് ബ്ലൂമിങ്, പൂക്കൾ വിടരുന്നുണ്ട്, ആൻഡ് ബേർഡ്സ് നിയർ ബൈ, അടുത്ത് എന്തുണ്ട്, പക്ഷികളൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റിങ്ങിലാണ് അച്ഛനെ നറേറ്റർ കാണുന്നത്. ഇറ്റ് ഈസ് എ കാം ആൻഡ് ഹാപ്പി പ്ലേസ്, റൈറ്റ്. അടുത്ത കീ പോയിന്റ്, ഇമാജിൻഡ് കോൺവെർസേഷൻ. നമ്മുടെ നറേറ്ററും അവളുടെ അച്ഛനും തമ്മിൽ ഒരു ഇമാജിനറി കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. In the daydream, the father warmly greets the narrator. ഡേ ഡ്രീമിൽ ഫാദർ വളരെ ഊഷ്മളമായിട്ട് സ്നേഹത്തോടു കൂടെ മകളെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഹു ഫൈൻഡ്സ് ഇറ്റ് ഹാർഡ് ടു ഷെയർ ദ ന്യൂസ് ഓഫ് ദി നോബൽ പ്രൈസ്. പക്ഷേ നമ്മുടെ പുള്ളിക്കാരത്തേക്ക് നോബൽ പ്രൈസിൻ്റെ ന്യൂസ് ഷെയർ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഇൻസ്റ്റഡ്, പകരം ആസ്ക് ഫോർ അഡ്വൈസ്, പകരം അച്ഛനോട് ഒരു ഉപദേശമാണ് ചോദിക്കുന്നത്. എന്താണ്? ഓൺ ഹൗ ടു റീപേ എ സിംബോളിക് ഡെറ്റ്, അല്ലേ? സിംബോളിക് ആയിട്ടുള്ള ഡെറ്റാണ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കടമല്ല, സിംബോളിക് ആണ്. എന്താണ് സിംബോളിക് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഡെറ്റല്ല, ഒരു പൈസ 1000 രൂപ 10,000 രൂപ കൊടുക്കാനുണ്ട്, അങ്ങനെയല്ല. സിംബോളിക് ആണ്, ഇമാജിനറി ആയിട്ടുള്ള ഒരു കടം. The narrator speaks of the debts owed to those who inspired and taught them. taught them അല്ല, taught her, അല്ലെ? അവളെ ഇൻസ്പയർ ചെയ്ത, അവളെ പഠിപ്പിച്ച, അവളെ സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക്, വേൾഡ് ഓഫ് ഇമാജിനേഷനിലേക്ക് നടത്തിയ ആളുകളുടെ കുറിച്ച്, അല്ലെങ്കിൽ ആളുകളോട് അവൾക്കുള്ള ഡെറ്റ്, അവൾക്കുള്ള കടത്തെക്കുറിച്ച് നറേറ്റർ സംസാരിച്ചു. ആരൊക്കെയാണ് അവർ? ഫാമിലി ഉണ്ട്, വാഗബോൺസ് ഉണ്ട്, നാടോടികളുണ്ട്, സ്റ്റോറി ടെല്ലേഴ്സ്, അവരോട് കഥ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്, ദ നേച്ചർ ഇറ്റ് സെൽഫ്, പ്രകൃതി തന്നെയുണ്ട്. ഇവരൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. who all contributed to their love for literature and storytelling. ഇവരെല്ലാവരും അവളുടെ എന്താ പറയുക, കഥ പറച്ചിലിനോട്, അവളുടെ ലിറ്ററേച്ചറിനോട് ഇഷ്ടത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സോ ഇവരോടൊക്കെ ഇൻഡക്റ്റഡ് ആണ് ആര്? നമ്മുടെ ഓതർ എന്ന് പറയുന്നത്. ആറാമത്തെ കീ പോയിന്റ് നോക്കൂ, എ ഫാദേഴ്സ് റെസ്പോൺസ്. അറ്റ് ഫസ്റ്റ് ദ ഫാദർ ഈസ് റിലാക്സ്ഡ്. ഇതൊക്കെ കേട്ടപ്പോൾ ആദ്യം ഫാദർ എന്തായിരുന്നു? റിലാക്സ്ഡ് ആയിരുന്നു. ബട്ട് ഹി ഗെറ്റ്സ് വറീഡ് വെൻ ദ നറേറ്റർ മെൻഷൻ ഓൾ ദ ഡെറ്റ്സ് ടു റീഡേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് സപ്പോർട്ടേഴ്സ്. സോ റീഡേഴ്സിനോട്, ഫ്രണ്ട്സിനോട്, സപ്പോർട്ടേഴ്സിനോടൊക്കെ ഉള്ള ഡെറ്റ്സ് പറഞ്ഞപ്പോൾ ഫാദർ വറീഡ് ആവുകയാണ്. ഇതൊക്കെ ഞാൻ എന്ത് ഉപദേശം കൊടുക്കുക, ഇവളിതൊക്കെ എങ്ങനെയാണ് വീട്ടാൻ പോകുന്നത്? ദ നറേറ്റർ ടോക്സ് അബൌട്ട് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ഡീൽ വിത്ത് ദീസ് ഡെറ്റ്സ്. അല്ലെ, നറേറ്റർ സംസാരിക്കുന്നുണ്ട് എത്ര ഹാർഡാണ്, എത്ര ബുദ്ധിമുട്ടാണ് ഈ ഡെറ്റ്സ്, ഈ കടമൊക്കെ ഡീൽ ചെയ്യൽ. എസ്പെഷ്യലി ദ നോബൽ പ്രൈസ്. അത് ഏറ്റവും വലിയ കട എന്താണ്? നോബൽ പ്രൈസ് ആണ്. കാരണം എന്താ? വിച്ച് മീൻസ് വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ ആൻഡ് ട്രസ്റ്റ്. കാരണം നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ തന്നെ എന്ത് ചെയ്യാണ്? റെക്കഗ്നൈസ് ചെയ്യണം, അംഗീകരിക്കുകയാണ്. അപ്പം ഞാൻ അതിനനുസരിച്ച് ഇനി എൻ്റെ ലിറ്ററേച്ചർ, എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമാകും. കാരണം അവരെന്നെ അംഗീകരിച്ചാണ്, അല്ലേ? The father becomes very emotional and says, അല്ലെ, ഫാദർ ഭയങ്കര ഇമോഷണൽ ആവുന്നു, വികാരഭരിതനാവുന്നു. എന്നിട്ട് പറയാണ്, ഹി കാൺ ഫിക്സ് ദിസ് ബിഗ് പ്രോബ്ലം. ഈ വലിയ പ്രോബ്ലം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹീ ഈസ് റിയലി ഹാപ്പി അബൌട്ട് ദ നോബൽ പ്രൈസ്. പക്ഷേ നോബൽ പ്രൈസിനെ കുറിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് ഫാദർ പറയുന്നു. നോക്കൂ, വലിയൊരു ചാപ്റ്ററാണ്, വായിച്ചാൽ മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. അതിനെയാണ് നമ്മളിങ്ങനെ സിമ്പിളാക്കി പാൽപ്പായസം പോലെ നിങ്ങൾക്ക് തരുന്നത്. ഇതുപോലെ മുഴുവൻ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പാൽപ്പായസം പോലെ സുഖത്തോടെ, അല്ലേ, ഭയങ്കര ഇഷ്ടത്തോടു കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നുണ്ട്. സോ ലൈവിൻ്റെ കാര്യം മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. ഈ എഫേർട്ടൊക്കെ ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. ലാസ്റ്റ് പോയിന്റ്, കൺക്ലൂഷൻ എന്താണ്? ദ നറേറ്റീവ് എൻഡ്സ് വിത്ത് ദ നറേറ്റർ. അതായത് ഇത്രയും നേരം നമ്മൾ കേട്ടത് ഒരു നറേഷനാണ്, ഒരു വിവരണമാണ്. ആ നറേറ്റീവ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ദ നറേറ്റർ അഡ്രസ്സിങ് ദ ഓഡിയൻസ്. ആ നറേറ്റർ അവിടെ കൂടി നിൽക്കുന്ന ഓഡിയൻസിനെ എന്ത് ചെയ്യുമ്പോഴാണ്? അഡ്രസ്സ് ചെയ്യുമ്പോഴാണ്. അക്നോളജിങ് ദാറ്റ് ദർ ഇസ് നോ, അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ സ്പീച്ച് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നറേറ്റീവ് അവസാനിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊരു കഥയല്ല. ഇതെന്താണ്? ഇത്രയും കഥ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഓതർ നോബൽ പ്രൈസ് വാങ്ങുന്ന സമയത്ത് നടത്തിയ സ്പീച്ചാണ് ഇത് മുഴുവൻ. അതായത് പുള്ളിക്കാരത്തി ഇവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? അഡ്രസ്സ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ആൻഡ് അക്നോളജിങ്, എന്താണ് പുള്ളിക്കാരൻ സമ്മതിക്കുന്നത്? ദർ ഇസ് നോ ഈസി ആൻസർ ടു ഹർ കൺസേൺ. അല്ലേ, അവളുടെ കൺസേണിന് ഈസി ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ആ കടം വീട്ടുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. ആൻഡ് പ്രപ്പോസിങ് എ ടോസ് ടു ദ സ്വീഡിഷ് അക്കാദമി. എന്നിട്ട് ഇത് അംഗീകരിച്ചുകൊണ്ട് അവൾ സ്വീഡിഷ് അക്കാദമി എന്ന് പറഞ്ഞാൽ നോബൽ പ്രൈസ് അവാർഡ് ചെയ്യുന്ന അക്കാദമിയാണ് സ്വീഡനിലെ. സോ അവിടെ കൂടിയിരിക്കുന്ന ആളോടൊക്കെ ഒരു ടോസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ എന്താണ് ചിയേഴ്സ് പറയുന്നു, ടോസ്റ്റ്, അല്ലേ,
ചിയേഴ്സ് പറയുന്നു. ആൻഡ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ദ ഓണർ ദേ ഹാവ് ബെസ്റ്റോഡ്, അവർ ചൊരിഞ്ഞ, അവർ നൽകിയ, എന്താണ്, അനുഗ്രഹിച്ച് നൽകിയ ഓണർ, ബഹുമതി അല്ലേ, ബഹുമതിക്ക് റിട്ടേൺ ആയിട്ട് ഷീ പ്രപ്പോസ് എ ടോസ്റ്റ്. സോ ഇതാണ് ഈ ചാപ്റ്റർ. ഈ കഥയിലെ, ഈ സ്പീച്ചിലെ നറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, 7 മാർക്കിൻ്റെ വലിയ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മിച്ച് വെച്ച് ഇലാബറേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു അറ്റ് ദ ലൈവ്. ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ. താങ്ക് യു എവറിബഡി. ഹാപ്പി ലേണിംഗ്.